ഹായ് ഹലോ നമസ്കാരം. അമ്പു ഹാൻഡ് എംബ്രോയ്ഡറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിന്നൊരു സ്റ്റിച്ച് പഠിക്കാം. ഇന്ന് പഠിക്കുന്ന സ്റ്റിച്ചിൻ്റെ പേര് ബാക്ക് സ്റ്റിച്ച്. ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്യുക, സൂചിയിൽ നൂല് കോർക്കുക, നൂലിൻ്റെ ബാക്കിൽ കെട്ടിടുക. ഇനി നമുക്ക് ഫ്രെയിമിൽ നേരെ ഒരു വര വരയ്ക്കാം. പെൻസിലോ പേന ഉപയോഗിച്ച് വരയ്ക്കാം. പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരച്ചത്, പക്ഷെ നമുക്ക് കണ്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടാണ് പേന ഉപയോഗിക്കുന്നത്. അതിനുശേഷം താഴെയിൽ നിന്ന് ഈ വരച്ച വരയിൽ നിന്ന് കുറച്ച് നീക്കി കുത്തിയെടുക്കുക. അതിനുശേഷം ബാക്കിലേക്ക് കുത്തിയിറക്കുക. ഇനി താഴെ നിന്ന് കുറച്ച് നീക്കി കുത്തിയെടുക്കുക. നമ്മൾ ഈ വിട്ട സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് നേരത്തെ ചെയ്തു വെച്ച സ്റ്റിച്ചിൻ്റെ അടുത്തായിട്ട് താഴേക്ക് കുത്തിയിറക്കുക. ബാക്കിലോട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ആയതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ബാക്കിലൊക്കെയാണ് നമ്മൾ കുത്തി സൂചി ഇറക്കുന്നത്. താഴെയൊന്ന് കുത്തിയെടുത്ത ശേഷം ബാക്കിലേക്കാണ് ഇത് കുത്തി ഇറക്കുന്നത്. സ്റ്റിച്ചിൻ്റെ വലിപ്പം എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എല്ലാതും ഒരേ വലിപ്പത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. കണ്ടോ, നേരത്തെ ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ അടുത്ത് കുത്തിയിറക്കുക. അങ്ങനെ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പോലെ തോന്നുമെങ്കിലും റണ്ണിങ് സ്റ്റിച്ചിനും നല്ല വ്യത്യാസമുള്ള സ്റ്റിച്ചാണിത്. അത് രണ്ടും കൂടെ തുന്നി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ നല്ല സ്പേസ് വരും. ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം. നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഓരോ സ്റ്റിച്ചിൻ്റെയും ഭംഗി. ഏതായാലും നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം. ചെറിയ പോർഷൻ
കുത്തിയെടുത്ത ശേഷം ഇരുന്നൂലിൻ്റെ ഇടയിൽ കൂടെ സൂചി കുത്തിയിറക്കി വലിച്ചെടുത്താൽ മതി. ഇതാണ് ബാക്ക് സ്റ്റിച്ച്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.